കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അക്വാറ്റിക് അഡാപ്റ്റേഷൻസിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ കരഭാഗം എന്നർത്ഥം. അക്വാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമാണല്ലോ ഡിസ്കസ് ചെയ്തിരുന്നത്, വെള്ളത്തിലുള്ള ജീവജാലങ്ങൾ, സസ്യങ്ങൾ. ഇനി നമ്മൾ കരയിലുള്ള ജീവജാലങ്ങളെയും സസ്യങ്ങളെയും കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് രീതിയിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് മെസോഫൈറ്റ്സും മറ്റൊന്ന് സെറോഫൈറ്റ്സും. മെസോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ഇതുപോലുള്ള പ്രദേശങ്ങൾ, ഒരു മോഡറേറ്റ് റേറ്റിൽ വെള്ളം കിട്ടുന്ന, അതായത് ആവശ്യത്തിന് മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ. സെറോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങൾ, ജലത്തിൻ്റെ ദൗർലഭ്യമുള്ള, ജലം ശരിക്കും കിട്ടാത്ത സ്ഥലങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ് സെറോഫൈറ്റ്സ്. ഈ രണ്ട് രീതിയിലുള്ള ടെറസ്ട്രിയൽ പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെസോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് ആണ്. മെസോഫൈറ്റ്സ് എന്ന് പറയുന്ന മെസോഫൈറ്റ്സ് വളരുന്നത് നമ്മുടെ ഇതുപോലുള്ള സാധാ രീതിയിലുള്ള പ്രദേശങ്ങളിൽ. ഒരു വല്ലാത്ത വരൾച്ച അല്ലെങ്കിൽ അമിതമായ വെള്ളം, ഈ രണ്ട് കണ്ടീഷനും അല്ലാതെ മോഡറേറ്റ് റേറ്റിൽ വെള്ളം കിട്ടുക. മരുഭൂമി പോലെ തീരെ വെള്ളം കിട്ടാത്ത അവസ്ഥയില്ല, എന്നാൽ സാധാരണഗതിയിൽ വല്ലാതെ വെള്ളം കൂടി നിൽക്കുന്ന പുഴ, കുളം പോലുള്ള സ്ഥലങ്ങളിൽ, കൂടുതൽ വെള്ളത്തിലുള്ള സ്ഥലങ്ങളിലും അല്ലാത്ത രീതിയിലുള്ള സസ്യങ്ങളാണ് നമ്മൾ മെസോഫൈറ്റ്സ് എന്ന് വിളിക്കുക. നമ്മളെ മിക്കവാറും ടെറസ്ട്രിയൽ പ്ലാന്റ്സും മെസോഫൈറ്റ്സ് ആണ്. Mesophytes generally require a continuous water supply and have a large, thin and broad leaves with a large number of stomata on the underside of the leaves. ഒരു കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ വലിയ ഇലകൾ ഉണ്ടാവും, ഇലകളിൽ ധാരാളം സ്റ്റൊമാറ്റ ഉണ്ടാവും. ഈ സ്റ്റൊമാറ്റയിലൂടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്പിറേഷൻ പ്രോസസ്സൊക്കെ നടക്കും. ഈ മെസോഫൈറ്റ്സിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. റൂട്ട് ക്യാപ്പ് ഉണ്ടാവും, വെൽ ഡെവലപ്ഡ് ആണ്, റൂട്ട് ഹെയർസ് ഉണ്ടാവും. ഭൂമിയിൽ കുറേ ആഴത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള വേരുകളാണ് ഈ സസ്യങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഷൂട്ട് സിസ്റ്റവും വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. പിന്നെ അതേസമയം സെറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് പ്ലാന്റ്സ് ആണ്, മരുഭൂമിയിലുള്ള സസ്യങ്ങളാണ്. വളരെ കൂടിയ ചൂട്, വളരെ കുറഞ്ഞ വെള്ളം, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന സസ്യങ്ങളാണ് സെറോഫൈറ്റ്സ് എന്ന് പറയുന്നത്. കാരണം മരുഭൂമിയിൽ എപ്പോഴെങ്കിലൊക്കെ മഴ ലഭിക്കുള്ളൂ. ആ മഴ ലഭിക്കുന്ന സമയത്ത് കിട്ടുന്ന വെള്ളം മാത്രമേ കിട്ടുള്ളൂ. പിന്നീട് ഭയങ്കര ചൂടായിരിക്കും. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സസ്യങ്ങളായിരിക്കണം. ഇതിൻ്റെ പ്രധാനമായ പ്രത്യേകത സക്കുലന്റ് ലീവ്സ് ആൻഡ് സ്റ്റെംസ് ടു സ്റ്റോർ വാട്ടർ. നിങ്ങൾ കാക്ടസ് പ്ലാന്റ് ഒക്കെ, നമ്മൾ കള്ളിമുൾച്ചെടി എന്ന് വിളിക്കുന്ന സാധനമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോഫ്റ്റ് ഫ്ലഷിയായ സ്റ്റെമ്മായിക്കുണ്ടാവാം. ധാരാളം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി കഴിയും. അതാണ് നമ്മൾ സക്കുലന്റ് ലീവ്സ് എന്ന് വിളിക്കുന്നത്. കുറേയധികം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. കള്ളിമുൾച്ചെടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൽ ഫുള്ള് വെള്ളമായിക്കൊണ്ടാവാം. വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നൊരു സ്ട്രക്ചറാണ്. ഇതിന് സാധാരണഗതിയിൽ ഒന്നുകിൽ ഇല തീരെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഇലകൾ, അതും മുള്ളു പോലുള്ള ഇലകളാണ് ഉണ്ടാവുക. കള്ളിമുൾച്ചെടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളെ കാണുന്ന സാധാരണ സ്റ്റെമ്മാണ്, അതിൽ മുള്ളു പോലുള്ള ഭാഗമാണ് അതിൻ്റെ ലീവ്സ്. ഇതിൽ സ്റ്റൊമാറ്റോ കുറയാനുള്ള കാരണം ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ അധികം ഇലകളുണ്ടെങ്കിൽ കുറേ സ്റ്റൊമാറ്റോ ഉണ്ടാവും. ഈ സ്റ്റൊമാറ്റോയിലൂടെയൊക്കെ ധാരാളം വെള്ളം നഷ്ടപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഒരു മുള്ളു പോലുള്ള സ്ട്രക്ചറായിട്ടൊക്കെ ഇല. അതായത് സ്റ്റൊമാറ്റോ മിനിമൈസ് ചെയ്യാന്നർത്ഥം. അതുപോലെ തന്നെ മെനി ഡെസേർട്ട് ട്രീസ് ആൻഡ് ഷ്രബ്സ് ഹാവ് തോൺസ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ്. മുള്ളു പോലുള്ള ഒരു സ്ട്രക്ചറുണ്ട്, മുള്ളുണ്ടാവും. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അത് തിന്നുന്ന സസ്യങ്ങളിൽ നിന്നൊക്കെ, ജീവജാലങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ ധാരാളം വെള്ളം സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരുഭൂമിയിൽ പൊതുവെ വെള്ളത്തിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് ഈ സസ്യങ്ങൾ പെട്ടെന്ന് ജീവജാലങ്ങൾ തിന്നും, കൂടുതൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലീവ്സിലും അതേപോലെ സ്റ്റെമ്മിലും ഒക്കെ മുള്ളുകൾ ഉണ്ടാവും. ഫ്യൂർ സ്റ്റൊമാറ്റ ടു റെഡ്യൂസ് വാട്ടർ ലോസ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റൊമാറ്റയുടെ എണ്ണം കുറയുന്നത് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി, വെള്ളം നഷ്ടപ്പെടുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വളരെ ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ള റൂട്ട് സിസ്റ്റമാണ് ഉണ്ടാവുക. അത്രയും ആഴത്തിൽ നിന്നുള്ള വെള്ളത്തെയൊക്കെ വലിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ ആഴത്തിലുള്ള വേരുകൾ ഇതിന് ഉണ്ടാവും. ഇതൊക്കെയാണ് ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ. പിന്നെ നമുക്കറിയാം, നമ്മുടെ ചുറ്റുഭാഗത്ത് കാണുന്ന ഇലകൾക്കൊക്കെ ഓരോ സസ്യത്തിനും അതിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാവും. ഓരോ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങൾക്കൊക്കെ അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. നമ്മൾ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ ഉള്ള സസ്യങ്ങളുടെ പ്രത്യേകതകളായിരിക്കില്ല ഉയരം കുറഞ്ഞ താഴ്ന്ന പ്രദേശങ്ങളിലെ സസ്യങ്ങൾ.
ഇപ്പോൾ വയനാട് പോലെ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുക ചായച്ചെടികളും കാപ്പിച്ചെടികളും ഒക്കെയാണ്. തെങ്ങ് വളരെ കുറവായിരിക്കും. കാരണം തെങ്ങിനെ പറ്റിയ കാലാവസ്ഥകൾ അവിടെ ഉള്ളത്. എന്നാൽ നമ്മൾ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തേയിലയും കാപ്പിച്ചെടിയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇവിടെ ചൂട് കൂടിയ സ്ഥലമാണ്. ഇവിടെ നമുക്ക് കൂടുതൽ തെങ്ങുകൾ കാണാൻ പറ്റും. തെങ്ങിന് പറ്റിയ അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ സസ്യങ്ങൾക്കും അനുകൂലമായ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പല സ്ഥലങ്ങളിലും പലതരം സസ്യങ്ങളാണ് ഉണ്ടാവുക. നമ്മൾ ജനറൽ ആയിട്ടാണ് ഈ ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസേർട്ട് ആനിമൽസിനെ കുറിച്ചാണ്. ഡെസേർട്ട് ആനിമൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു ടെറസ്ട്രിയൽ ആനിമൽസ് ആണ്. അതിൽ ഡെസേർട്ട് ആനിമൽസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണഗതിയിൽ അധിക ഡെസേർട്ട് ആനിമൽസും പകൽ സമയത്ത് പുറത്തിറങ്ങാറില്ല. കാരണം വളരെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഈ കടുത്ത സൂര്യപ്രകാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, സൂര്യൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പകൽ സമയത്ത് പുറത്തിറങ്ങാറില്ല. അധിക ഡെസേർട്ട് മാമൽസും, അതായത് മാമൽസ്, റെപ്റ്റൈൽസ് പോലുള്ള സാധനങ്ങളൊക്കെ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മരുഭൂമിയിൽ കുറേ ആഴത്തിലുള്ള മാളങ്ങളിലാണ് പകൽ സമയം കഴിച്ചുകൂടുക. അപ്പോൾ ചൂട് കുറവായിരിക്കും. ആ സമയത്ത് ഇത് പുറത്ത് വരികയല്ല. വൈകുന്നേരങ്ങളിൽ ചൂട് കുറയുന്ന സമയങ്ങളിൽ രാത്രികളൊക്കെയാണ് വെയിൽ പിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങാറുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര ചൂടാകും, മുഴുവൻ സമയം ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യേണ്ടി വരും ഈ ഡെസേർട്ട് ആനിമൽസ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇവയുടെ ബോഡി പാർട്സ് ഒക്കെ വളരെ വലുതായിരിക്കും, വലിയ ശരീരമായിരിക്കും ഉണ്ടാവുക. വലിയ ശരീരമാകുന്ന സമയത്ത് ഈ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. കുറേ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. അതുപോലെ തന്നെ ശരീരത്തിൽ രോമങ്ങളൊന്നും ഉണ്ടാവാറില്ല. രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂട് കൂടും. അതുകൊണ്ട് ഹെയർലെസ് ആയിട്ടുള്ള വലിയ ബോഡികളാണ് ഈ ജീവജാലങ്ങൾക്ക് ഉണ്ടാവാറ്. അതുപോലെ തന്നെ ദീസ് ആനിമൽസ് ഹാവ് സ്കെയിലി സ്കിൻ റെസിസ്റ്റൻറ്റ് ടു ഡ്രൈയിങ്. സ്കെയിലി നമ്മൾ മത്സ്യത്തിൻ്റെ ചെതുമ്പലൊക്കെ പോലുള്ള ഒരു ഭാഗങ്ങൾ ഈ ജീവജാലങ്ങളുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ക്യാമൽസ് ഹാവ് ഹംപ് ടു സ്റ്റോർ വാട്ടർ ഫാറ്റ്. ഒട്ടകത്തിൻ്റെ മുകളിലൊരു ഒരു കൂന പോലെ ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതിൽ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ഫാറ്റ് എന്ന് പറയുന്നത് വെള്ളത്തിന് പെട്ടെന്ന് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്ന പോലെ വെള്ളം ഫാറ്റായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഒട്ടകം ഒരു തവണ വെള്ളം കണ്ടാൽ തന്നെ കുറേയധികം വെള്ളം കുടിക്കും. പിന്നീട് കുറേയധികം ദിവസങ്ങളോളം വെള്ളം ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി ഒട്ടകത്തിന് കഴിയും. A camel can drink a very large amount of water in one day or survive for a relatively long time without drinking any water. കിട്ടുമ്പോൾ ധാരാളം കുടിക്കും, വെള്ളം കിട്ടാത്തപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കും. അതുപോലെ തന്നെ ഒരു കോൺസെൻട്രേറ്റഡ് യൂറിനാണിത് പുറത്തേക്ക് കളയുക. നമ്മൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് 95% വെള്ളവും ബാക്കി 5% മറ്റ് വേസ്റ്റുകളൊക്കെയാണ്. എന്നാൽ ഒട്ടകം ഈ വേസ്റ്റുകൾ മാത്രമേ റിമൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് വെള്ളത്തിൻ്റെ നഷ്ടം വളരെ കുറയ്ക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ മരുഭൂമിയിലുള്ള ജീവികൾ വേർപ്പിലൂടെയൊന്നും അധികം ജലം നഷ്ടപ്പെടുത്താറില്ല. അതുപോലെ മറ്റുള്ള മരുഭൂമിയിലെ ജീവജാലങ്ങളൊക്കെ അവ എക്സ്ക്രീഷനും യൂറിനൊക്കെ ഇൻസോലുബിൾ യൂറിക് ആസിഡ് ആയിട്ടാണ് പുറത്ത് കളയുക. അപ്പോൾ അതിന് വളരെ കുറഞ്ഞ ജലം മാത്രമേ അതിലൂടെ നഷ്ടപ്പെടുള്ളൂ. നമ്മൾ സാധാരണ മൂത്രമൊഴിക്കുന്നത് യൂറിനായിട്ടാണ് അല്ലേ, ഇതൊക്കെ യൂറിയ ഒക്കെ ആയിട്ടാണ് നമ്മളെ ബോഡി വേസ്റ്റുകൾ റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കുറേയധികം വെള്ളം ആവശ്യമാണ്. എന്നാൽ ഈ യൂറിക് ആസിഡ്, ഇൻസോലുബിൾ യൂറിക് ആസിഡിൻ്റെ ഫോമിൽ കളയുന്ന സമയത്ത് ആ യൂറിക് ആസിഡായിട്ട് മാത്രമേ പോവുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് വളരെ കുറയ്ക്കാൻ വേണ്ടി കഴിയും. അതുപോലെ ധാരാളം പ്രത്യേകതകൾ. കാഷ്ടിക്കുന്ന സമയത്തൊക്കെ ഡ്രൈ ആയ കാഷ്ടാണ് ഉണ്ടാവുക. നമ്മൾ പശു പോത്തൊക്കെ ആണെങ്കിൽ കുറേ വെറ്റാണ്, കുറേ വെള്ളം അതിലൂടെ നഷ്ടപ്പെടും. എന്നാലും ഒട്ടകത്തും വെള്ളം വളരെ കുറഞ്ഞ വെള്ളം മാത്രമേ അതിലൂടെ നഷ്ടപ്പെടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു കള്ളിമുൾച്ചെടികൾ അതേപോലുള്ള സാധനങ്ങൾക്കൊക്കെ, മരുഭൂമിയിലെ സസ്യങ്ങൾക്കൊക്കെ മുള്ളു പോലെ ഭാഗം ഉണ്ടാവും. ഒട്ടകത്തിൻ്റെ വായും പല്ലുമൊക്കെ വളരെ സ്ട്രോങ് ആണ്. ഈ മുള്ളുകൾ സിമ്പിളായിട്ട് കടിച്ച് ചവച്ചതിന് തിന്നാൻ വേണ്ടി കഴിയും. ഇങ്ങനെ കുറേ പ്രത്യേകതകൾ മരുഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് ഉണ്ട്. ഇനി മറ്റൊരു ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ് ആണ് പോളാർ റീജിയൻസ്. ഭൂമിയുടെ 2 പോളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ 2 പോളിലും എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ് കണ്ടീഷൻസ് ആയിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും. -10 -20 ഡിഗ്രി ടെമ്പറേച്ചറിലേക്കൊക്കെ ഈ സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ മാറാറുണ്ട്. ഇവിടെ ജീവിക്കുന്ന ജീവികൾക്ക് ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറേ
വഴികളുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, മുമ്പ് പല ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്. The animals which live in cold climate have very thick fur over the body to trap air and insulate it. വളരെ കട്ടിയുള്ള രോമങ്ങളുണ്ടാവും. പോളാർ ബിയറിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എയർ ട്രാപ്പ് ചെയ്യപ്പെടും, അതിൽ നിന്ന് അതിൻ്റെ ബോഡി പുറത്തുള്ള തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും. അതേപോലെ ഈ സ്കിന്നിന് തൊട്ടുള്ളിലായിട്ട് ഒരു ഫാറ്റിൻ്റെ പാളി ഉണ്ടാവും. ഈ ഫാറ്റ് ഇതിന് അഡീഷണൽ ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഇതിൻ്റെ ബോഡി ടെമ്പറേച്ചർ പുറത്തേക്ക് കളയാതെ ഇതിനെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതുപോലെ ഇതിൻ്റെ ബോഡി ഷേപ്പും സൈസും ഒക്കെ ഈ തണുപ്പിൽ നിന്ന് അതിജീവിക്കാൻ പറ്റിയ രീതിയിലാണ് ഉള്ളത്. ഇതിൻ്റെ കാലുകൾ റൗണ്ടും അതേപോലെ ബൾക്കി ആയിരിക്കും. അതേപോലെ ചെവിയും വാലും എല്ലാം ചെറിയ ചെറിയ ഭാഗങ്ങളായിരിക്കും ഉണ്ടാവാം. അപ്പോൾ എത്രത്തോളം ചെറുതാവുന്നു അത്രത്തോളം ഹീറ്റ് ഡിസിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന ടെമ്പറേച്ചർ കുറയും. അതുപോലെ പെൻഗ്വിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഓവർ കോട്ട് പോലെ ഒരു ഭാഗം ഉണ്ടാവും അതിൻ്റെ ശരീരത്തിൽ. അത് ഈ തൂവലുകൾ ഡെൻസ്ലി പാക്ക്ഡ് ആയിരിക്കും. വളരെ ഡെൻസിറ്റി കൂടിയ രീതിയിലായിരിക്കും ഇതിൻ്റെ തൂവലുകൾ ഉണ്ടാവും. വളരെ കൂടുതൽ തൂവലുകൾ ഉണ്ടാവും. അത് ഹീറ്റ് ലോസ് കുറയ്ക്കും. അതുപോലെ കാലിൽ ഒരു ഫ്ലിപ്പേഴ്സ് ഉണ്ടാവും. താറാവിൻ്റെ ഒക്കെ കാലിൽ കാണുന്ന പോലെ ഒരു ഭാഗം ഉണ്ടാവും. അത് നീന്താൻ വേണ്ടി സഹായിക്കും. അതേപോലെ കാലിലൂടെ നഷ്ടപ്പെടുന്ന ടെമ്പറേച്ചർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഇതിനെ സഹായിക്കും. ഇനി അടുത്തത് ഏരിയൽ അഡാപ്റ്റേഷൻസ് ആണ്. എന്താ ഏരിയൽ അഡാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത്, അതായത് അന്തരീക്ഷത്തിൽ കൂടുതൽ സമയം കഴിയുന്ന ജീവജാലങ്ങളാണ് ജീവജാലങ്ങളുടെ അഡാപ്റ്റേഷൻസ് ആണ് നമ്മൾ ഏരിയൽ അഡാപ്റ്റേഷൻസ് എന്ന ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന ജീവികൾ, കൂടുതൽ സമയം മരത്തിലോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലോ കഴിയുന്ന ജീവികളൊക്കെ ഇതിൽപ്പെടും. ദീസ് ആനിമൽസ് കം ടു ദ ട്രീസ് ഓർ ലാൻഡ് ഓർ വാട്ടർ ഫോർ സേഫ്റ്റി ഓർ ഷെൽട്ടർ. ബാക്കി എല്ലാ സമയം എന്തായിരിക്കും? ഫ്ലൈയിങ് ഇൻ എയർ ആയിരിക്കും. ദീസ് ആർ കോൾഡ് അർബോറിയൽ ആനിമൽസ്. സാധാരണഗതിയിൽ മരത്തിൽ കൂടൊക്കെ കെട്ടി താമസിക്കുന്ന ജീവികളാണ് അധികവും ഇതിൽ പെടാറുള്ളത്. അതേസമയം ഇതിന് ഭൂമിയിലൂടെ നടക്കാനും വെള്ളത്തിലൂടെ നീന്താനും ഒക്കെ കഴിയും. പക്ഷെ അതൊക്കെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. സാധാരണഗതിയിൽ കൂടുതൽ സമയം ഇത് മരത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൊക്കെ ആയിരിക്കും ചിലവഴിക്കുക. ഫ്ലൈയിങ് സ്ക്വറൽ, അതേപോലെ ഫ്ലൈയിങ് ലിസാർഡ്, ട്രീ ഫ്രോഗ്സ്, ഇതൊക്കെ നമ്മൾ ഈ കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. ഇതിന് അന്തരീക്ഷത്തിലൂടെ പറക്കാനും ഇതിൻ്റെ ബോഡി അന്തരീക്ഷത്തിൽ നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് കുറേ പ്രത്യേകതകൾ ഇതിൻ്റെ ശരീരത്തിൽ ഉണ്ടാവും. ഒന്ന് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത സ്ട്രീം ലൈൻഡ് ബോഡിയാണ്. സ്ട്രീം ലൈൻഡ് ബോഡി നിങ്ങൾ മുമ്പ് പഠിച്ചത് തന്നെയായിരിക്കും. മത്സ്യങ്ങളുടെയൊക്കെ ശരീരത്തിൽ അഡാപ്റ്റേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അതേ ശൈലിയുള്ള ശരീരമാണ് പക്ഷികൾക്ക് ഉണ്ടാവുക. അതുപോലെ വിങ്സ്, ചിറകുകൾ മറ്റൊരു പ്രത്യേകതയാണ്. ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ടു വിങ്സ്. മുൻകാലുകൾ ചിറകുകളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ തൂവലുകൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. എയർ ട്രാപ്പ് ചെയ്തിട്ട് സിമ്പിളായിട്ട് അന്തരീക്ഷത്തിലൂടെ പറക്കാൻ വേണ്ടി ഇതിനെ സഹായിക്കുന്ന തൂവലുകൾ മറ്റൊരു പ്രത്യേകതയാണ്. അതേസമയം ബാറ്റ്സിന്, നമ്മളെ വവ്വാലിനൊക്കെ സ്കിന്ന് തന്നെയാണുള്ളത്. അതിൻ്റെ വിരലുകൾക്ക് സ്കിന്നാണ്, ഫോർലിമ്പിനടുക്കുള്ള സ്കിന്നാണ് അതിനെ പറക്കാൻ വേണ്ടി സഹായിക്കുന്നത്. മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ബോൺസ് എന്ന് പറയുന്നത് ഹോളോ ആയിരിക്കും. ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളു പൊള്ളയായ എല്ലുകളായിരിക്കും ഉണ്ടാവുക. ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി. ഒരു ചിക്കൻ്റെ എല്ല് കൊടുക്കുക, ഒരു ബീഫിൻ്റെ എല്ല് കൊടുത്ത് രണ്ടും എടുത്തിട്ട് ഒന്ന് നോക്കിയാൽ മതി. ചിക്കൻ്റെ എല്ല് നമുക്ക് കടിച്ചു പൊട്ടിക്കാൻ പറ്റും, അതിൻ്റെ ഉള്ളു പൊള്ളയായിരിക്കും. എന്നാൽ ബീഫാണെങ്കിലോ പോത്തിൻ്റെ എല്ല് വളരെ സ്ട്രോങ് ആയിരിക്കും, നമ്മൾ കടിച്ചാൽ പൊട്ടൂല. വ്യത്യാസം നിങ്ങൾക്ക് സിമ്പിളായി ഫീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിക്കനെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ പറക്കുന്ന പക്ഷികളനുസരിച്ച് അതിൻ്റെ എല്ല് വളരെ ഹോളോ ആയിരിക്കും. എല്ലാം അത്രത്തോളം സ്ട്രോങ് ആയിരിക്കില്ല. പറക്കുന്ന പക്ഷികളുടെ എല്ലൊക്കെ വളരെ സ്മൂത്തായ എല്ലുകളായിരിക്കും, അതിന് ഉള്ളു പൊള്ളയായിരിക്കും. ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു സാധനമാണ് ഫ്ലൈറ്റ് മസിൽസ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലൈറ്റ് മസിൽസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഒരു യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതിൻ്റെ ഫ്ലൈറ്റ് മസിൽസ്. നമ്മൾ സാധാരണ നമ്മളെ കൈ കുറച്ച് സമയം നമ്മളിങ്ങനെ ഒരു പക്ഷി ചിറക് വീശുന്നത് പോലെ വീശി നമ്മൾ കൈ വേദനയാവും. സമയം പക്ഷികൾ മണിക്കൂറുകളോളം ദിവസങ്ങളോളമൊക്കെ നിൽക്കാതെ പറക്കും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മസിൽസാണ് ഈ ഫ്ലൈറ്റ് മസിൽസ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഇതിൻ്റെ കാഴ്ചശക്തിയൊക്കെ വളരെ ഉയരത്തിൽ നിന്ന് വളരെ താഴെയുള്ള വസ്തുക്കളൊക്കെ കാണാൻ വേണ്ടി കഴിയും. വളരെ വേഗത്തിൽ വന്നിട്ട് അതിനെ എടുത്തു കൊണ്ടുപോകാൻ കഴിയും. അങ്ങനത്തെ കുറേ പ്രത്യേകതകളൊക്കെ ഈ പക്ഷികൾക്ക് ഉണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ അഡാപ്റ്റേഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോപ്പുലേഷൻ ഇൻറ്ററാക്ഷനാണ്. പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അഡാപ്റ്റേഷൻസ് നിങ്ങളെ ചുറ്റുഭാഗത്ത് കാണുന്ന ജീവജാലങ്ങളിലൊക്കെ മറ്റു പല അഡാപ്റ്റേഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഓരോ ജീവിക്കും അതിൻ്റെതായ കുറേ അഡാപ്റ്റേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ ചോദ്യങ്ങൾ ആ രീതിയിലൊക്കെ വരാനും സാധ്യതയുണ്ട്. നമ്മളെ ചുറ്റുഭാഗത്തുള്ള ജീവജാലങ്ങളുടെ അഡാപ്റ്റേഷൻസൊക്കെ ബന്ധപ്പെട്ട് കാക്കയാണെങ്കിലും തത്തയാണെങ്കിലും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി, ആട്, പട്ടികൾ, തെരുവ് പട്ടികൾ, ഇത് ഓരോ ജീവികളുടെ അഡാപ്റ്റേഷൻസ് വ്യത്യസ്തമായിരിക്കും. അവ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ ഭക്ഷണം കിട്ടാൻ വേണ്ടി അത് നടത്തുന്ന ശ്രമങ്ങളൊക്കെ വ്യത്യസ്തമാകും. അങ്ങനെ ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുകളും വ്യത്യസ്തമായിരിക്കും. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻ ഡിസ്കസ് ചെയ്യാം.